തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട ജൂൺ മാസമാണ് കടന്നുപോയത്. കണക്കുകൾ പരിശോധിച്ചാൽ 1901 ശേഷമുള്ള ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വരണ്ട ജൂൺ മാസമായിരുന്നു 2026-ലേത്. ആശ്വാസകരം. ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ മഴ ശക്തമാകുമെന്നും റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അലേർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇതിനകം തന്നെ മഴ സജീവമായെന്നും കാലാവസ്ഥാ സംവിധാനത്തിന്റെ സ്വാധീനം മൂലം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. മലയോര മേഖലകൾ, നദീതീരങ്ങൾ, വെള്ളക്കെട്ട് പതിവുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ കിഴക്കൻ മധ്യ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം അറബിക്കടലിൽ നിലനിൽക്കുന്ന അനുകൂല മൺസൂൺ കാറ്റിനൊപ്പം കേരളത്തിലെ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതായത് ഇന്ത്യയുടെ കാർഷിക മേഖലയും സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ ഉറ്റുനോക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയതെന്നാണ് കണക്കുകൂട്ടൽ. കാരണം രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട ജൂൺ മാസമാണ് ഇപ്പോൾ 2026-ൽ കടന്നുപോയത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവിട്ടത്. കണക്കുകൾ പരിശോധിച്ചാൽ 1901 ശേഷമുള്ള ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വരണ്ട ജൂൺ മാസമാണ് ഈ കഴിഞ്ഞുപോയത്. മൺസൂണിന്റെ വൈകിയുള്ള വരവും മഴയിലെ കുറവും കാർഷിക മേഖലയെ വലിയ തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം ജൂൺ അവസാനം വരെ കൃഷി ചെയ്ത സ്ഥലത്തിന്റെ വിസ്തൃതിയിൽ ഏകദേശം 23% കുറവുണ്ടായെന്നും പറയുന്നു. കഴിഞ്ഞ വർഷം 23.65 ദശലക്ഷം ഹെക്ടറിൽ കൃഷി നടന്നപ്പോൾ ഈ വർഷം അത് 18.27 ദശലക്ഷം ഹെക്ടറായി ചുരുങ്ങുകയാണ് ചെയ്തത്. പ്രധാനമായും നെല്ല് കൃഷിയാണ് മഴ ബാധിച്ചിരിക്കുന്നത്. 25% കുറവ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുകൾ, പരുത്തി, ചണം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിളകളെല്ലാം പൂർണ്ണമായും മൺസൂണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇന്ത്യയുടെ വാർഷിക മഴയുടെ 70% ലഭിക്കുന്നത് ഈ കാലയളവിലാണ്. ഇത്തവണ എന്നാൽ ജൂണിൽ 92% മഴ ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ യഥാർത്ഥത്തിൽ ലഭിച്ചതാകട്ടെ 39.8% കുറവ് മഴയാണ്. 1905, 1926, 2009, 2014 എന്നീ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ മഴ ലഭിച്ച ജൂൺ മാസം കൂടിയാണ് കടന്നുപോയത്. ഇതും ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും മൺസൂൺ കാലം സെപ്റ്റംബർ വരെ നീണ്ടുനിൽക്കുമെന്നാണ് പറയുന്നത്. വരും മാസങ്ങളിൽ മഴ മെച്ചപ്പെടുമെന്നും കർഷകർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.